بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اهتدى بهديهم إلى يوم الدين. أما بعد. ആദരണീയരായ സാധാത്തുക്കൾ, വിടമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ദീർഘമായ ഒരു പ്രസംഗം ഇപ്പോൾ നടത്തുന്നത് ഉചിതമല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവല സാധാരണ മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്ന വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗവും ഒരിക്കലും അവിടുന്ന് ഒരു സാധാരണ കേവല മനുഷ്യൻ അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ ബഹുമാനങ്ങളും സ്ഥാനങ്ങളും നൽകി എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി സൃഷ്ടിച്ചിട്ടുള്ള ലോകത്ത് തുല്യതയില്ലാത്ത നേതാവാണ് എന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ. ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞ കക്ഷികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റാരെപ്പോലെയും അല്ല എന്ന് വിശ്വസിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിശ്ചയം നിങ്ങളെ പോലെ അല്ല. തീർച്ചയായും ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ഇങ്ങനെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. ആ ഹദീസ് സ്വീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം അംഗീകരിക്കേണ്ടി വരും. ആ സ്ഥാനം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന കക്ഷികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ടുള്ള ഇത്തരം പരിപാടികളെ ഒന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവർക്ക് കൂടി അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. റസൂലാണെന്ന് പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് വിവരം ലഭിക്കുന്ന പ്രവാചകരാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ സാധാരണ മനുഷ്യന് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേൾവിയും കാഴ്ചയും ഒന്നും സാധാരണയല്ല എന്ന് എല്ലാ മുസ്ലിമീങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണല്ലോ നടന്നു പോകുന്ന സമയത്ത് ഇവിടെ 2 ഖബറുണ്ട്, ആ 2 ഖബറിൽ 2 ആളുകൾ ശിക്ഷിക്കപ്പെടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയുടെ ഉപരിയിൽ നിന്ന് പറയാണ്. അതെങ്ങനെ പറയുന്നു? സാധാരണക്കാർ കാണുന്നുണ്ടോ? അത് അറിയുന്നുണ്ടോ? അത് എന്നിട്ട് ആ ഖബറിലുള്ളവരുടെ ശിക്ഷകൾ ചെയ്യപ്പെടാൻ വേണ്ടി ഒരു പച്ചയായ മരത്തിന്റെ കഷ്ണം അതിന്റെ മേലെ ഊതി വെക്കുന്നു. കാരണം ആ മരത്തിന്റെ കഷ്ണത്തിന്റെ തസ്ബീഹ് കൊണ്ട് ഖബറിലുള്ളവർക്ക് ശിക്ഷകൾ ചെയ്യപ്പെടാൻ വേണ്ടിയാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു. അക്കാരണത്താൽ പണ്ഡിതന്മാർ പറഞ്ഞല്ലോ, വെറും മരത്തിന്റെ തസ്ബീഹ് കൊണ്ട് ഖബറിലുള്ളവർക്ക് ഫലം ലഭിക്കുമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഖബറിന്റെ സമീപത്ത് ഓതിയാൽ എത്രയെത്ര ഫലം കിട്ടുമെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത് എന്ന് ഇമാമികൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ എന്റെ ബേക്കിലാണ്, പക്ഷെ ഞാൻ നിങ്ങളെ കാണുന്നു. എനിക്ക് അറാക്കുമിൻ വറായി, മുന്നിൽ കാഴ്ചയുള്ളത് പോലെ പിന്നിലും കാഴ്ചയുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, മനസ്സിന്റെ ഉള്ളിലെ ഭക്തി പോലും എനിക്ക് അവ്യക്തമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലേക്ക് കടന്നാൽ ബുഖാരിയിലും മുസ്ലിമും തന്നെയുള്ള എത്ര ഹദീസുകളുണ്ട്. മഹാന്മാരായ സ്വഹാബത്താണ്
ഈ ഉമ്മത്തിൽ എന്നല്ല, ലോകത്ത് മുഴുവനും കഴിഞ്ഞുപോയ ഉമ്മത്തിൽ ഏറ്റവും ശ്രദ്ധതയുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്താണ്. ആ സഹാബത്തിൽ നബിതങ്ങളെ സംബന്ധിച്ച് വിശ്വസിച്ചത് എങ്ങനെയാണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒതുവെടുക്കുമ്പോൾ ശരീരത്തിൽ ഒറ്റി വീഴുന്ന വെള്ളം കിട്ടാൻ വേണ്ടി സഹാബത്ത് ഉന്തും തിരക്കും കൂട്ടുകയാണ്. എന്നിട്ടോ നബിഹി, അത് ശരീരത്തിൽ തൊട്ട് പുരട്ടുകയാണ്. കിട്ടാത്തവർ കിട്ടിയവരുടെ കയ്യിൽ നിന്ന് തൊട്ട് പുരട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട വെള്ളത്തിൽ വലിയ ബറക്കത്ത് സ്വഹാബത്ത് വിശ്വസിക്കുന്നു. അതുപോലെ നൂറുകണക്കിന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്താൽ, സഹായം തേടിയാൽ സഹായം ലഭിക്കുമെന്ന് സ്വഹാബത്ത് വിശ്വസിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ബാപ്പമാർ ഉഹദ് യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം തന്നെ ബാപ്പ പറഞ്ഞിരുന്നു, നാളെ ആദ്യം കൊല്ലപ്പെടുന്നത് തന്നെയായിരിക്കും. പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഇരിക്കട്ടെ, അങ്ങനെ സംഭവിച്ചതിന് ശേഷം അതിന് മുമ്പെയുള്ള വസിയ്യത്ത് ഞാൻ നടപ്പാക്കണം. അത് എന്നോട് വസിയ്യത്തിന്റെ വസിയ്യത്തുകളാണ്. ഒന്ന്, എന്റെ സഹോദരിമാരുടെ പെൺകുട്ടികൾ അവരെ സംരക്ഷിക്കണം. വേറെ ഒന്ന്, അവിടുത്തെ കടം വീട്ടണം. ഞാൻ അങ്ങനെ കടം വീട്ടാൻ വേണ്ടി ഞാൻ ചിന്തിച്ചു, ഈത്തപ്പന തോട്ടമുണ്ട്, അതിലെ ഈത്തപ്പഴങ്ങൾ പറിച്ചെടുത്താൽ ഒരിക്കലും ബാപ്പയുടെ കടം വീട്ടാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസാണ്. ഞാൻ നബിതങ്ങളോട് ഇസ്തിഗാസ ചെയ്തു. ഇസ്തഅൻതു എന്ന് പറഞ്ഞാൽ ഇസ്തഗസ്തു എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടി, എനിക്ക് ഈ കടക്കാരെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടത് വിധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം ലഭിക്കാനുള്ള ആളുകളോട് ആ കടത്തിൽ നിന്ന് കുറെ സംഖ്യ വിട്ടുകൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ സാധാരണ നിലക്കുള്ള സഹായം, റെക്കമെൻഡിലൂടെയുള്ള സഹായം നബി നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവർ അതിന് തയ്യാറായില്ല. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം തേടിയ സഹാബിക്ക് സഹായം നൽകണ്ടേ? അത് അസാധാരണ വഴിയിലൂടെ ആകാം എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മുന്നിൽ പോയിക്കോളൂ, നിങ്ങൾ അവിടെ പോയി നിങ്ങൾ ഈത്തപ്പഴം പറിച്ച് അത് വേറെ വേറെ ഓരോ ഇനങ്ങളും വേർതിരിച്ച് വെക്കൂ, എന്നിട്ട് എന്നിലേക്ക് ആളെ പറഞ്ഞേക്കൂ, ഞാൻ അങ്ങ് വരും, നിങ്ങൾ പോയിക്കോളൂ. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. നേരെ വന്നു. ഈത്തപ്പഴത്തിന്റെ ഒരു റിപ്പോർട്ടിൽ ഈത്തപ്പഴ മരത്തിന്റെ ഇടയ്ക്ക് കൂടി നബി നടന്നു എന്ന് കാണാം. ഏതായിരുന്നാലും ഈത്തപ്പഴം പറിച്ചു വെച്ച സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഇരുന്നു. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അളന്നു കൊടുത്തോളൂ, കൊടുക്കാനുള്ളവർക്ക് മുഴുവനും അളന്നു കൊടുത്തോളൂ. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടം കിട്ടാനുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ ഈത്തപ്പഴം അളന്നു കൊടുത്തു. അങ്ങനെ മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും അവരെ കടം വീട്ടി ഞാൻ ഈത്തപ്പഴം അളന്നു കൊടുത്തു. ശേഷം ഞാൻ എന്റെ ഈത്തപ്പഴത്തിലേക്ക് നോക്കുമ്പോൾ ഒരൊറ്റ ഈത്തപ്പഴം ചുരുങ്ങിയിട്ടില്ല. സുഹൃത്തുക്കളെ, ഈ അസാധാരണമായ സഹായമല്ലേ? ഈ അസാധാരണ മാർഗത്തിലൂടെ സഹായം ലഭിക്കുകയല്ലേ? അത് സഹായത്തിൽ ചോദിക്കുകയല്ലേ? അങ്ങനെ ചോദിച്ചാൽ സഹായം കിട്ടുമെന്ന് അവർ വിശ്വസിക്കുകയല്ലേ? അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ ബുഖാരിയിലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ കാണാം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് അലിംതു, ഞാൻ ഉറപ്പിച്ചതാണ്, നബി തങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നബി തങ്ങൾ നിങ്ങൾ നടന്നു ഞാൻ അങ്ങ് വരാമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ തന്നെ എനിക്ക് ഉറപ്പാണ് ഇത് സംഭവിക്കുമെന്നത്, എനിക്ക് ഉറപ്പാണ്. ലഖദ് അലിംനാ എന്നാണ് ബുഖാരിയിലെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാളും പറയാം, ഞങ്ങൾക്കത് ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ ചെന്നാൽ അത് അസാധാരണ മാർഗത്തിലൂടെ സഹായിക്കും. വാസ്തവത്തിൽ സുന്നത്തുൽ ജമാഅത്തിന്റെ വിരോധികൾ മുസ്ലിമീങ്ങളെ അവിശ്വാസികളായി പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞ അവരുടെ ഏറ്റവും വലിയ വിവരക്കേട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ വഴിയിലൂടെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് സഹായം തേടിയാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ് എന്ന വാദമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വഹാബത്തിൽ ആരാണ് മുസ്ലിമീങ്ങളുള്ളത്? പരിശുദ്ധ ഖുർആൻ
ആമിനൂ കമാ ആമനൻ നാസ്, സഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് പഠിപ്പിച്ചത്. അങ്ങനെ പറയുമ്പോൾ മുനാഫിഖുകൾക്ക് അതിന് സാധ്യമല്ലെന്നും അവരത് നിരാകരിക്കുമെന്നും അവർ പോറ്റക്കാര വിശ്വാസമാണെന്ന് പറയുമെന്നും സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ എല്ലാ വിധത്തിലും അസാധാരണക്കാരനായ മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻതസിമി, എല്ലാ വിധത്തിലും അതുല്യനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നേരത്തെ മക്കയിലും മദീനയിലും ജീവിച്ചിരുന്ന കാലത്ത്, ഇന്ന് ഖബറിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ മഹത്വത്തിന് ഒരു കുറവും ഇല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ, ഈ ദുനിയാവിലുള്ളതിനേക്കാൾ തങ്ങൾക്ക് ഖൈറാണ് ഈ ദുനിയാവിൽ നിന്ന് നീങ്ങിയാൽ എന്ന് ഖുർആൻ തന്നെയല്ലേ പറഞ്ഞത്. ഖുർആനിൽ വഹീഫ് ഉണ്ടാവില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹുർമത്തുഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ എന്ന് മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതുകൊണ്ടല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും അതിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ ചൊല്ലിയ പദ്യത്തിന്റെ തുടക്കം തന്നെ തവാതറത്തിൽ അദില്ലതു വന്നുഖൂലു ഫമാ യുഹസിൽ മുസന്നിഫു മാ യഖൂലു بأن المصطفى حي طري هلال ليس يطرقه أفول وأن الجسم من قطاع لهدي كبرد لا يدنسه الذبول. നബിതങ്ങൾ അവിടെ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് ഹയാത്തോടെ ഇരിക്കുകയാണ്. അവിടുത്തെ ശരീരത്തിൽ ഒരു കേടും സംഭവിക്കുകയില്ല. പക്ഷേ ഇത് പുത്തൻവാദികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ശരിയായ വിശ്വാസം അവർക്ക് ഉണ്ടായിട്ടില്ല. സുഹൃത്തുക്കളെ, അത് വളരെ വിശദമായി പണ്ഡിതന്മാർ മുഴുവനും പറയുന്ന ഒരു വിഷയമാണ്. എപ്പോഴും മലക്കുകൾ നബിതങ്ങളുടെ സമീപത്ത് വരുന്നു, നബിതങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. എല്ലാം നബിതങ്ങൾ കേൾക്കുന്നു, മലക്കുകളും കേൾക്കുന്നു. നബിതങ്ങൾക്ക് വളരെ സന്തോഷകരമായ റിസ്ക് ലഭിക്കുന്നു. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഭൗതികമായ രൂപത്തിലല്ല. وصوم ثم حج كل عام يجوز عليه من لا يستحيل. വർഷത്തിൽ ഹജ്ജ് ചെയ്യലും നോമ്പെടുക്കലും അതൊന്നും നബിതങ്ങൾക്ക് അസംഭവ്യമല്ല. ويطهر للصلاة بماء غيب ويقضيها بما ورد الدليل. അഭൗതികമായ വെള്ളം കൊണ്ട് വുദുവെടുത്ത് അവിടുന്ന് ഖബറിൽ വെച്ച് നിസ്കാരം നിർവഹിക്കുന്നു. യുസല്ലി ഫിദ്ദലി സലാത ഖംസി ദൗമൻ ലാ യമല്ലു വലാ യമീലു. 5 നേരത്തെ നിസ്കാരം ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നു. അതേ അമർത്തുബി മൂസാ നബിയുടെ സമീപത്ത് കൂടി ഞാൻ ചെന്നു. മൂസാ നബി ഖബറിൽ വെച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തില്ലേ. ആ അമ്പിയാക്കൾക്ക് ഖബറിൽ നിസ്കരിക്കാനുള്ള കഴിവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അസാധാരണമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ നബിതങ്ങൾ കിടക്കുന്ന സ്ഥലം നബിതങ്ങൾ കിടക്കുന്ന സ്ഥലം സ്വർഗ്ഗത്തോട്ടമാണ്. അവിടത്തേക്കാൾ ബഹുമാനമുള്ള ഒരു സ്ഥലവും ആകാശത്തിലും ഭൂമിയിലുമില്ല. ആകാശത്തിലും ഭൂമിയിലും ഒരു സ്ഥലത്തും നബിതങ്ങളുടെ ശരീരം തൊട്ടുകിടക്കുന്ന സ്ഥലം പോലെ വേറെ ഒരു സ്ഥലം ഇല്ല. ومن عرش ومن جنات عدن
വഫിർദൗസിൻ ബിഹാ ഖൈറുൻ ജസീലു. എല്ലാ അർശിനേക്കാളും സ്വർഗ്ഗത്തെക്കാളും എല്ലാറ്റിനേക്കാളും മഹത്വമാണ് വഫിൽ ഖബ്രി ശരീഫി തറാഹു ഹയ്യാ ഇല കുല്ലിൽ ബിഖാഇ ലഹു ഉസൂലു. അതൊരു സാധാരണ നേതാവല്ല, ഖബറിൽ ജീവനോടെ കിടക്കുകയാണ്. അവിടെ നിന്ന് ലോകം മുഴുക്കെ ബന്ധപ്പെടുകയാണ്. സർവ സ്ഥലങ്ങളിലുള്ള ഉമ്മത്തിനെ സ്വീകരിക്കുകയാണ്. ഉമ്മത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഏത് നാട്ടിൽ വെച്ച് ഏത് ചെറ്റപ്പുറയിൽ വെച്ച് ചൊല്ലിയാലും അവർക്കെല്ലാം സലാം മടക്കുകയാണ്. അങ്ങനെ ലോകത്ത് തുല്യതയില്ലാത്ത നേതാവ്, അതേ ഖബറിൽ അതേ കൃത്യമായി ജീവിച്ചിരിക്കുന്ന നേതാവ്, അവിടെ വെച്ച് എല്ലാ സ്ഥലങ്ങളിലും ബന്ധപ്പെടുന്ന നേതാവ്. വകുല്ലുൽ അംബിയാഇ കദാക ഹഖാ ബിഅദിദാഫിൻ ലഹും ദില്ലും ദലീലു. അംബിയാക്കളൊക്കെയും അതേപോലെ ഖബറിൽ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്. വലം തുഅലം മഖാബിറുഹും ബിഅർദിൻ യഖീനൻ ഗൈറ മാ സകന റസൂലു. അംബിയാക്കളുടെ ഖബറുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഖബർ മറ്റമ്പിയാക്കളുടെ ഇതുപോലെയല്ല, സംശയമില്ലാത്ത വിധം ഇന്ന സ്ഥലത്താണെന്ന് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതാണ്. മഹാനായ ശൈഖുനാ ഉസ്താദ് ഫലസ്തീനിനെ സംബന്ധിച്ച് പറഞ്ഞു, ഫലസ്തീനിൽ പോയാൽ നമുക്ക് അതേ മദീനത്തുൽ ഖലീൽ കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പട്ടണം, അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖബറും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഖബറും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബറും അങ്ങനെയുള്ള മഹാന്മാരുടെ ഖബറുകൾ അവിടെ ഉണ്ടെന്നത് അത് ഉറച്ച കാര്യമാണ്. എന്നാൽ മറ്റു അമ്പിയാക്കളുടെ ഖബറുകൾ ഉറപ്പിച്ചൊരു സ്ഥലത്ത് പറയാൻ വകുപ്പില്ലെന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. വലൗലാ അന്നഹു ഹയ്യുൻ ഹരിയു ബിഇദ്റാകിൻ കമാ നഖലൽ ഫുഹൂലു. നബിതങ്ങൾ അതാ കൃത്യമായി ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, വിഷയങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. നബിതങ്ങൾ അവിടെ ജീവിച്ചുകൊണ്ട് തന്നെ ഖബറിൽ ഉള്ളത് കൊണ്ടാണല്ലോ ലോക പണ്ഡിതന്മാർ മുഴുവൻ നബിതങ്ങളോട് സലാം പറയാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങുന്നത്. വലകാനൽ ഹജീജു ഇലൈഹി യസ്ആ വയർജു അൻ യകൂന ലഹു ഖബൂലു. ഹാജിമാർ ഹജ്ജിന് മുമ്പോ ശേഷമോ ഒരു ഹജ്ജ് സ്വീകരിച്ചു കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നബിതങ്ങളെ സമീപിക്കാൻ പോകുന്നതും അതുകൊണ്ട് തന്നെയല്ലേ. അതുപോലെ വാഹനപ്പുറത്തും അല്ലാതെയുമായി ആളുകൾ നബിതങ്ങളെ സമീപത്ത് പോകുന്നതും അതുകൊണ്ട് തന്നെയല്ലേ. നബിതങ്ങളെ മുമ്പിൽ കണ്ണുനീര് വാർത്തുകൊണ്ട് ജനങ്ങൾ പോവുകയല്ലേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സമീപത്തേക്ക് ചെല്ലുമ്പോ എല്ലാവരെയും നബിതങ്ങൾ എതിരേൽക്കുകയാണ്, സ്വീകരിക്കുകയാണ്, അവിടെ ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. വയസ്മഉഹും ഇദാ സല്ലൂ അലൈഹി ബിഉദ്നൈഹി ഫഖസ്ർ യാ മലൂലു. ഓ മോനെ, നബിതങ്ങൾക്ക് സലാത്ത് പറയുമ്പോൾ അവിടുന്ന് അത് കേൾക്കുകയാണ്, അവിടുത്തെ കാത് കൊണ്ട് തന്നെ കേൾക്കുകയാണ്. ഇതിൽ നിന്ന് പുറന്നിരിക്കുന്ന മനുഷ്യ, നിർത്തിക്കോ നിന്റെ വാക്കുകൾ. ഇത് വിശ്വസിക്കാത്തവൻ മതവിരോധിയാണ്. ഉറപ്പാണ് നബിതങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സ്ഥാനമുണ്ട്. ഏറ്റവും മുഴുത്തമതായ കിതാബ് എഴുതിയ ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ നബിതങ്ങളുടെ മുമ്പിൽ പറയുകയാണ്, ചെറിയ അടിമ, അങ്ങയുടെ ചെറിയ അടിമ ഹൈതമിയുൻ, ഹൈതംകാരനാണ്, മുസ്തജീറുൻ, കാവൽ ചോദിക്കുന്ന ആളാണ്.
അവിടുത്തെ മുറ്റത്തില്ലേ എത്രയോ ആളുകൾ വന്ന് ഇറങ്ങിയിട്ട് അങ്ങയെ സന്ദർശിക്കാൻ വരുന്നത്. അങ്ങയോട് ഇതാ അവരിക്കുന്ന ആളാണ് ചെറിയ അടിമയായ ഹൈതമിക്കാരനായ ഞാൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്. സുഹൃത്തുക്കളെ, ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഇമാമും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും വഫാത്തിന് മുമ്പും അവിടത്തേക്ക് തുല്യനായ മറ്റൊരാളില്ലെന്നും അവിടത്തേക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനം ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ കഴിയില്ലെന്നും വിശ്വസിക്കുകയും ആ നബിതങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നബിതങ്ങളുടെ കാലഘട്ടം മുതലേ അവിടുന്ന് ജനിച്ചതിന് സന്തോഷം പ്രകടിപ്പിക്കുന്നു. അത് ഇന്നും ഇന്നലെയും 3-ാം നൂറ്റാണ്ടിന് ശേഷം തുടങ്ങിയതൊന്നുമല്ല. മറിച്ച് നബിതങ്ങൾ ജനിച്ചതിനുള്ള സന്തോഷം ഖുർആൻ പഠിപ്പിച്ചതല്ലേ, ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പ്രത്യേക പരിപാടിയാണ് ഇന്റർനാഷണൽ മീന, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നടത്തുന്ന പ്രത്യേക പരിപാടി, അത് പിൽക്കാലത്ത് ഉണ്ടായതാണ് എന്നാണ് വല്ല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ നബിതങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷം 300 നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം തുടങ്ങിയാണ്, അതിനുള്ള ദുഃഖാണെന്നല്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാരും തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇബ്ലീസിന് മാത്രമാണ് നബിതങ്ങൾ ജനിച്ചതിൽ ദുഃഖമുണ്ടായത്. അവൻ ആ സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കാരണം അവന്റെ ജീവിതത്തിൽ അത്രത്തോളം വിഷമകരമായ ഒരു സന്ദർഭം വേറെ ഉണ്ടായിട്ടില്ല. എന്ന് പണ്ഡിതന്മാര് ചൊല്ലിയതാ. എല്ലാ സഹാബത്തും സന്തോഷിച്ചവരാണ്. അല്ലാഹു ആ സന്തോഷം ജനങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രകടിപ്പിച്ച റബ്ബാണ്. അങ്ങനെയാണ് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായത്. അവിടെ നിങ്ങോട്ട് സന്തോഷം തന്നെയാണ്. എന്നാൽ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു എന്റെ പ്രസംഗം നിർത്തുകയാണ്. എനിക്കൊരാള് ഒരു ക്ലിപ്പ് അയച്ചു തന്നു. എന്റെ നാട്ടിൽ നബിദിന റാലി നടക്കുന്നു. റോഡ് ബ്ലോക്ക് ആക്കിയിട്ടൊന്നുമല്ല കേട്ടോ. അതുപോലെ തന്നെ ആ റാലിയിൽ സിർക്കിന്റെ പരിപാടിയൊന്നും കയറ്റിയിട്ടുമല്ല കേട്ടോ. ഇപ്പൊ ചില ആളുകൾ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് ഹറാമ നോക്കുന്നില്ല, അതുപോലെ തന്നെ കുഫർ നോക്കുന്നില്ല, സിർക്ക് നോക്കുന്നില്ല, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നവരുണ്ട്. അതിനൊന്നും പണ്ഡിതന്മാർ ഉത്തരവാദികൾ അല്ല, അതിന് സുന്നത്ത് ജമാഅത്തും ഉത്തരവാദികൾ അല്ല. എങ്ങനെയാണ് നബിദിന റാലി നടത്തേണ്ടത്, എങ്ങനെയാണ് നബിദിന പരിപാടി നടത്തേണ്ടത്, അതൊക്കെ നമ്മളെ ഇമാമികൾ നല്ല ഭംഗിയായി അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പണ്ഡിതന്മാരുടെ ഇടയിൽ പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു റാലി നടന്നു. ആ റാലിയുടെ ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് ഒരു വോയിസ് അയച്ചു. ഒരാൾ പറയുന്നു, നല്ല ഉഷാറുണ്ട്, റാലിയൊക്കെ നല്ല ഉഷാറുണ്ട്, പക്ഷേ ഇങ്ങനെ റാലി നടത്തണം മദ്രസന്റെ കീഴിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, സഹാബത്ത് നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഞാൻ ചോദിച്ചു, അവരോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുക, എന്താണ് ഇതിപ്പോ റാലിനെ പറ്റിയാണ് സംശയം. ഇത് മദ്രസന്റെ കീഴിൽ നടത്തിയ പരിപാടിയല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്രസ നടത്തിയിട്ടുണ്ടോ? ആദ്യം അത് നോക്കി. നമ്മൾ നബിതങ്ങൾ ഏതെങ്കിലും ഒരു മദ്രസ നടത്തിയിട്ടുണ്ടോ? നബിതങ്ങളുടെ മദ്രസ എത്ര മണിക്കാ തുടങ്ങി? എപ്പോഴാ ബെല്ലടിക്കല്? ആരാ ബെല്ലടിക്കല്? ആരാണ് ഹാജരെടുക്കല്? ഏതാ പട്ടിക? ഏതാ പരീക്ഷ? ഏതാ സർട്ടിഫിക്കറ്റ്? ഏതാ മുഅല്ലിമീങ്ങൾ? അങ്ങനെ ഒരു മദ്രസ നബിതങ്ങൾ നടത്തിയിട്ടുണ്ടോ? സ്വഹാബത്ത് നടത്തിയിട്ടുണ്ടോ? എല്ലാ മുജാഹിദും എല്ലാ ജമാഅത്ത് ഇസ്ലാമിയും എല്ലാവരും നടത്തുന്നല്ലോ മദ്രസ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ മദ്രസ നടത്തിയിട്ടുണ്ടോ? ഓ സുഹൃത്തുക്കളെ, എന്നാ പിന്നെ മദ്രസ കൊടുക്കണോന്നാ? അല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു പഠിപ്പിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. നബി തങ്ങൾക്ക് പണി തന്നതായിരുന്നില്ലേ? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറ. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ പണി തന്നെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കലല്ലേ, ജനങ്ങളെ സംസ്കരിക്കലല്ലേ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. നബി തങ്ങൾ കച്ചവടം പഠിപ്പിച്ചിട്ടുണ്ട്, ജോലി പഠിപ്പിച്ചിട്ടുണ്ട്, പലതിനും അവിടത്തേക്ക് മാതൃകയുണ്ട്, എല്ലാ സംഗതികളും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവരെയും സംസ്കരിക്കുകയും എല്ലാ അറിവും ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന നേതാവല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്രസ നടത്തിയിട്ടുണ്ടോ? സഹാബത്ത് അബൂബക്കർ റളിയല്ലാഹു ഏത് മദ്രസയുടെ മുഅല്ലിമായിരുന്നു? ഉമർ റളിയല്ലാഹു ഏത് മദ്രസയുടെ സദർ മുഅല്ലിമായിരുന്നു? ഇതിനൊക്കെ മറുപടി അറിയണ്ടേ മറ്റുള്ളവർ? ഓ സുഹൃത്തുക്കളെ, പക്ഷേ നബിതങ്ങൾ ഇൽമു പഠിപ്പിച്ചിട്ടുണ്ട്, സംശയമില്ലല്ലോ. സഹാബത്ത് പഠിപ്പിക്കുന്ന സംശയമില്ലല്ലോ. ആ ഇൽമു പഠിപ്പിക്കുന്നതിന് കാലോചിതമായി കൃത്യമായ രൂപരേഖ ഉണ്ടാക്കിയതാണ് മദ്രസ.
അതുകൊണ്ട് തന്നെ മദ്രസ എന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീൻ ഇവിടെ നിലനിർത്താൻ. ഇതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം സഹാവിയെ പോലെ, ഇമാം സുയൂത്തിയെ പോലെ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെ, ഇമാം അബൂ ശാമയെ പോലെ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പണ്ഡിതന്മാര് മുഴുവനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയൽ സഹാബത്തിന് അത് തന്നെയായിരുന്നു ജോലി. നബി തങ്ങളെ ഹദീസ് പറയൽ അത് തന്നെയായിരുന്നു സഹാബത്തിന് ജോലി. നബി തങ്ങളെ കുറിച്ച് പറയലും ഓർക്കലുമല്ലാതെ അവർക്ക് വേറെ വല്ല പരിപാടി ഉണ്ടായിരുന്നോ? സദാസമയവും അത് തന്നെയായിരുന്നു സഹാബത്തിന്റെ ജോലി. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഐശ്വര്യത്തിന് ആവശ്യമായ സമയം ചെലവഴിച്ച് ബാക്കി മുഴുവനും അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയ സഹാബത്ത് ആ ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും ആവശ്യം നബി തങ്ങളുടെ മഹത്വം ജനങ്ങൾ അറിയലാണ്, നബി തങ്ങളെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കലാണ്. ആ കാര്യത്തിലാണ് സഹാബത്ത് സമയം മുഴുവനും ചെലവഴിച്ചത്. അങ്ങനെ ചെലവഴിച്ച സഹാബത്തിന്റെ കാലം പോലെ ഇന്ന് നമുക്കാർക്കും അങ്ങനെ ചെലവഴിക്കാനുള്ള പരിപാടിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുന്ന സദസ്സ്, നബി തങ്ങളെ മദ്ഹ് പറയുന്ന സദസ്സ്, അവിടുന്ന് കൊണ്ടുവന്ന ദീനിന്റെ പ്രസക്തി പറയുന്ന സദസ്സ്, അത് ഇതുപോലെ സംഘടിപ്പിക്കുമ്പോൾ മാത്രമാണ് ലോകത്ത് നടന്നു വരുന്നത്. അതുകൊണ്ട് ഇത് നേരത്തെ സഹാബത്ത് ചെയ്തതിന്റെ ക്രമീകരണമാണ്. സഹാബത്ത് നബി തങ്ങളെ മദ്ഹ് ധാരാളം ചൊല്ലിയില്ലേ? എല്ലാ കാര്യത്തിനും പറഞ്ഞിട്ട് ചെയ്യണോ? നബി തങ്ങൾ സാരി സമ്മാനിച്ചു. അതെ, കഅബ് സുഹൈർ റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ പറഞ്ഞു, കഅബേ നീ എൻ്റെ ഒരു മദീന പാടിയാൻ എന്ന് പറഞ്ഞിട്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാരി സമ്മാനിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മദീന പാടി. നബി തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു. നബി തങ്ങളുടെ സഹാബത്ത് ചെയ്ത കാര്യം തന്നെയല്ലേ അത്? അപ്പൊ എല്ലാം പറയണമെന്ന് ഒരു കൂട്ടര് തീരുമാനിച്ചു. എന്തൊരു വിവരക്കേടാണ്. ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞോടെ, പേരോടെ തരണ സഖാഫി ആരും കൊണ്ടില്ലല്ലോ. അതേ സമയത്ത് ഞാൻ വേറെ ആളെ പേര് പറയാം, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എല്ലാരും റളിയല്ലാഹു പറഞ്ഞല്ലോ. എന്തുകൊണ്ടാ പറഞ്ഞത്? സിദ്ദീഖ് റളിയല്ലാഹു ബഹുമാനിച്ച് പറഞ്ഞതാ. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു എന്റെ പേര് റളിയല്ലാഹു പറയണം എന്ന് സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞിരുന്നോ? വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നോ സിദ്ദീഖ് റളിയല്ലാഹു പേര് നിങ്ങൾക്ക് റളിയല്ലാഹു പറയണമെന്ന് പറഞ്ഞിരുന്നോ? ഇനിയല്ല, വേണ്ട. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു എന്ന് പറയാറുണ്ടായിരുന്നോ? ഉമർ ഇബ്നു ഖത്താബിന്റെ പേര് കേൾക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറയാറുണ്ടായിരുന്നോ? ഹദീസിൽ ഉണ്ടോ എന്നാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു ഇങ്ങോട്ട് വന്നോ, ഉമർ റളിയല്ലാഹു അങ്ങോട്ട് പോയി റളിയല്ലാഹു പറയാറുണ്ടായിരുന്നോ? അപ്പൊ നബിതങ്ങൾ ചെയ്യാത്തതൊന്നും ചെയ്തുകൂടാ, അല്ലെങ്കിൽ നബിതങ്ങൾ ചെയ്തതായി റിപ്പോർട്ട് കിട്ടാത്തതൊന്നും ചെയ്തുകൂടാ എന്നൊക്കെ ആര് പഠിപ്പിച്ച വിവരക്കേടാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഒരാളെ ബഹുമാനിക്കലും ആദരിക്കലും അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ട സംഗതിയാണ്. നമ്മളിപ്പോ ഉസ്താദ് കയറി വരുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ ഇല്ലാറുണ്ട്. ഉസ്താദ് പറഞ്ഞോ, ഞാൻ പറഞ്ഞു നിങ്ങൾ തക്ബീർ ഇല്ലാണോ? അങ്ങനെയാണോ ഒരാളെ ബഹുമാനിക്കൽ? അതെ, നമ്മള് എല്ലാവരും എഴുന്നേറ്റ് റൈസുള്ളെന്ന് പറഞ്ഞില്ല, ഞാൻ വരുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കണം. ഇങ്ങനെ പറഞ്ഞു ചെയ്യിപ്പിക്കലാണോ ബഹുമാനം? ബഹുമാനം എന്നത് അനുയായികൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട സംഗതിയല്ലേ ബഹുമാനം. ആ ബഹുമാനമാണ് ലോകം മുഴുക്കെ കൊടുത്തു കൊടുക്കുന്നതാണ്. ഇസ്മായിൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി റൂൽബാനിൽ പറഞ്ഞത്, വമിൻ തഅദീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമലുൽ മൗലിദി. നബി തങ്ങളെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് മൗലിദ് പരിപാടികൾ. ഇല്ലം യകുൻ ഫീഹി മുൻകർ, അതിൽ നിഷിദ്ധമായ കാര്യമില്ലെങ്കിൽ. ഇമാമികൾ എത്ര ശ്രദ്ധിച്ചിട്ടാ പറഞ്ഞത്. കാരണം ഈ നബിദിന റാലിയിലൊക്കെ വേണ്ടാത്ത കേൾക്കുന്ന ചില ആൾക്കാരുണ്ടെന്ന് അവർ നേരത്തെ തന്നെ കണ്ടറിഞ്ഞ് പറഞ്ഞ മാതിരിയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്, അവിടുത്തെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ. അതിന് പ്രത്യേകം അത് അങ്ങനെ ചെയ്യണമെന്ന് പറയലോ ചെയ്ത് കാണിച്ചു തരലോ ആവശ്യമില്ല. ഒറ്റ ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തിൽ സ്വഹാബത്ത് വരുന്നു, കംപ്ലൈന്റ് പറയുന്നു ഒരാളെ സംബന്ധിച്ച്. കംപ്ലൈന്റ് എന്താണ്? മസ്ജിദ് ഖുബായിലെ ഇമാമാണ്, അദ്ദേഹം ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഇമാമല്ല. പിന്നെ ഇങ്ങനെ ഉണ്ടല്ലോ, എല്ലാ മുജാഹിദിന്റെ പള്ളിയിലും ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ ഇമാമിങ്ങൾ. സുന്നിയുടെ പള്ളിയിലോ, സുന്നിയുടെ പിന്നെ പറയേണ്ടതുമില്ല. ഞാനെന്റെ മുജാഹിദിന്റെ പറയാൻ കാരണം അറിയോ? ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ വേണ്ടി രണ്ട് ഉസ്താദുമാർ ഇരിക്കുമ്പോ ഒരു മുജാഹിദ് പറയാം, ഇങ്ങനെ പൈസക്ക് ഖുർആൻ ഓതുന്ന പരിപാടി വേണ്ട. ഞാൻ ചോദിക്കട്ടെ,
ഇവര് നിസ്കരിക്കുന്ന ഇവര് ഇമാമത്തിന്നില്ലേ, ആ ഇമാമത്തിനാണ് ഖുർആൻ ഓതില്ലേ, ഫാത്തിഹ ഓതില്ലേ, അയാൾ സൂറത്ത് ഓതില്ലേ, അത് പൈസക്കല്ലേ, കാരണം ശമ്പളം വാങ്ങുന്നില്ലേ. അപ്പോ ഖുർആൻ ഓതിക്ക് പൈസ ഖുർആനല്ലേ പറഞ്ഞത്. അങ്ങനെയാണ് ഇവർ ശമ്പളം വാങ്ങാൻ പാടില്ല. പള്ളിയിൽ ഇരിക്കട്ടെ, അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് കംപ്ലൈന്റ് പറയുന്നു, ഈ മുസ്ലിം ഖുബായിലെ ഇമാമ് എല്ലാ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതും, അതിന്റെ കൂടെ ഒരു അല്ലാഹു കൂടി ഓതും, രണ്ടെണ്ണം. അത് ഞങ്ങൾ പോയിട്ട് പറഞ്ഞ് നിർത്തി തരാൻ വേണ്ടി ഒന്ന് മതി. നബി തങ്ങൾ അങ്ങനെ ഒന്നല്ലേ ഓതല്, ഇതിനെ രണ്ട് ഒന്ന് നിർത്തണോന്ന്. അപ്പൊ അദ്ദേഹത്തിന് നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ, ഞാൻ തന്നെയാണെന്നുണ്ടോ, നിങ്ങൾ വേറെ ആളെത്തിയോ, ഞാനത് ഓതല് ഈ എന്റെ പതിവാണ്, ഞാൻ നിർത്തൂല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ രണ്ട് സൂറത്ത് ഓതണം? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടൊന്നുമില്ല. സ്വഹാബത്ത് ആരെങ്കിലും ഓതുന്നുണ്ടോ? അതുമില്ല. അദ്ദേഹം ഒരു സൂറത്തിന്റെ പുറമെ ഒരു അല്ലാഹു. നബി തങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നു, അന്വേഷിക്കുന്നു. അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? ഇന്നീ ഉഹിബ്ബുഹാ, ഞാൻ സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കുന്നു നബിയെ, സ്നേഹിച്ച് ചെയ്യാണ് നബിയെ. അങ്ങനെ സ്നേഹിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ പറയാതെ അല്ല, ഞാൻ കാണിച്ചു തരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന മറുപടി അല്ല. ബുഖാരിയിലെ മറുപടി എന്താണ്? സഹീഹ് ബുഖാരിയിലെ മറുപടി എന്തെങ്കിലും പറഞ്ഞ മറുപടി, ആ സൂറത്തിനെ സ്നേഹിച്ചു നിങ്ങൾ, ആ സ്നേഹം നിങ്ങളെ സ്വർഗത്തിൽ കടത്തിക്കഴിഞ്ഞു. ഓ സുഹൃത്തേ, എവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീഹ് പാടുന്നുണ്ടോ, എവിടെ നബിദിന റാലി നല്ല നിലക്ക് നടത്തുന്നുണ്ടോ, എവിടെ മൗലിദ് ഓതുന്നുണ്ടോ, അത് ഏത് ഇന്റർനാഷണൽ മീലാദാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അതിൽ സുന്നത്ത് വൽ ജമാഅത്ത് സംഘടിപ്പിക്കുന്നുണ്ടോ, അതെല്ലാം നബിതങ്ങളോടുള്ള സ്നേഹ പ്രകടനത്തിന് വേണ്ടിയല്ലേ, നബിതങ്ങളോടുള്ള തഅലീമിന് വേണ്ടിയല്ലേ. ഈ ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും വിഷയത്തിൽ അതിങ്ങനെ ഓരോന്നും കാണിച്ച് മാതൃകയാക്കിയതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് വല്ല ഖുർആനിലുമുണ്ടോ വല്ല ഹദീസിലുമുണ്ടോ? വെറുതെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മത്തെ മുടക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറെ മുടക്കികളുണ്ട്, അതിലാരും പെട്ടുപോകരുത് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വർഷവും വളരെ ഗംഭീരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചവരുടെ സന്തോഷ പ്രകടനം നടത്താൻ അല്ലാഹു നമുക്കും നമ്മുടെ പിൻഗാമികൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾക്കും നമ്മുടെ സർവ്വ ആലിമീങ്ങൾക്കും സയ്യിദ് അലി ബാബക്ക് മകളടക്കം ബർദുസാദാത്ത് തങ്ങളടക്കം ഫുട്ബോൾ സയ്യിദന്മാരടക്കം നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും എല്ലാ ഉലമാക്കൾക്കും നമ്മുടെ കൂടെ ഉറച്ചു നിന്ന് ദീനിന്റെ പ്രവർത്തനത്തിൽ ശക്തിപ്പെടുത്തുന്ന ഉമറാക്കൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ്യുഎസിന്റെയും എസ്എസ്എഫിന്റെയും എസ്എംഐയുടെയും സുന്നി ജമിയത്തുൽ മുഅല്ലിമിന്റെയും എല്ലാ പ്രവർത്തകർക്കും വിദേശ രാജ്യങ്ങളുടെ ഐസിഎഫിന്റെയും ആർഎസ്സിയുടെയും കെസിഎഫിന്റെയും ഒക്കെ പ്രവർത്തകർക്കും നമ്മുടെ ദീനിനെ ശക്തിപ്പെടുത്തുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. മഹത്തായ മർക്കസ് സഖാവത്ത് സുന്നിയ ഈ പാവപ്പെട്ട ഞാനടക്കമുള്ള 10,000 ആളുകളെ ഇൽമിന്റെ വഴിയിലേക്ക് തിരിച്ച ആ മഹത്തായ മർക്കസ് സഖാവത്ത് സുന്നിയയും അതുപോലെ കേരളത്തിൽ പടർന്നു പന്തലിച്ചു കിടക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു എല്ലാ ഖൈറും വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ സിറാജി പത്രത്തിന്റെ സബ് എഡിറ്റർ ജാഫർ അബ്ദുർ റഹീം വാഹനം പിടിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വളരെ സീരിയസിലാണ്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് പരിപൂർണ്ണ ശിഫ നൽകണം റഹ്മാനേ. അതുപോലെ ആശുപത്രിയിൽ കിടക്കുന്ന ധാരാളം രോഗികളുണ്ട്, അവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും പരിപൂർണ്ണ ശിഫ നൽകണം റഹ്മാനേ. മഹാനായ ശൈഖുൽ ഉസ്താദ് കരീം ദീർഘകാലം ദീനിന്റെ ഖിദ്മത്തിൽ ഹിമ്മത്തോടുകൂടി ആരോഗ്യത്തോടെ നീ ദീർഘ ആയുസ്സ് നൽകണം റഹ്മാനേ. സുഹൃത്തുക്കളെ, കേരള മുസ്ലിം ജമാഅത്തിന്റെ വർഷമാണ്. സമസ്ത സെമിനാറിന്റെ ഭാഗമായി ഈ ഒരു വർഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വർഷത്തിന്റെ അവസാനം കേരള യാത്രയാണ്. പഴയ കാലത്ത് നടന്നതുപോലെയുള്ള യാത്രയല്ല. കാരണം ഉസ്താദിന് അങ്ങനെ യാത്ര ചെയ്യാൻ ഇന്ന് കഴിയില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ഓരോ ജില്ലയിലും ഗംഭീര പരിപാടികളായിരിക്കും. ആ പരിപാടികൾ വിജയിപ്പിക്കേണ്ടത് നമ്മളാണ്. അതേപോലെ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും അതിന്റെ പദ്ധതികളുമാണ്. അവിടെയെല്ലാം സജീവമായി നമ്മൾ ഉണ്ടാകണമെന്നും നമ്മുടെ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ, ഞാൻ പറയട്ടെ, എന്റെ കുട്ടിക്കാലത്ത്
വിദേശ രാജ്യങ്ങളിലൊന്നും മൗലിദില്ല, ഒക്കെ കേരളത്തിലെ മൗലിയന്മാര് പൈസക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നായിരുന്നു പുത്തൻവാദികൾ പറയാറ്. ഇപ്പൊ അങ്ങനെ വിദേശത്തൊന്നും കൂട്ടത്തോടെ വരികയാണ് ഇവിടെ വന്ന് മൗലിദ് ഓതാൻ. ഇവിടെ അവിടെ ചെന്ന് നോക്കിയാൽ അവിടെ അതിനേക്കാൾ വലിയ ഗംഭീര മൗലിദ് കാണുകയാണ്. ഇപ്പൊ അൽഹംദുലില്ലാ പഴയ കാലത്ത് നടന്ന സംഗതികളൊന്നും ഇപ്പൊ നടക്കൂല പുത്തൻവാദികൾക്ക്. കാരണം ഒട്ടാകെ ഓൺലൈനിൽ എല്ലാം കാണാൻ പറ്റുന്ന കാലമാണ്, ഒന്നും മൂടി വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയ ബേജാറാണ് പുത്തൻവാദികളുടെ കാര്യം. പക്ഷെ അവർക്ക് ബേജാറാകുമ്പോ അവർക്ക് എന്തോ പറ്റുമെന്ന് ബേജാറാകുന്ന വേറൊരു കൂട്ടരുണ്ട്. അല്ലാഹു അവരെ ശരീരത്തിൽ നിന്നും നമ്മളെ കാക്കുമാറാകട്ടെ. ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്തണം. അതിന് സജീവമായി നമ്മൾ പ്രവർത്തന രംഗത്തുണ്ടാകണം. അത് മാത്രമാണ് ഇപ്പോഴും പറയാനുള്ളത്. നമ്മുടെ സജീവമായി ഉണ്ടാകണം. ഈ കോഴിക്കോട്ടങ്ങാടിയിൽ എത്ര പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത്? അന്ന് നമുക്ക് കേരള മുസ്ലിം ജമാഅത്തില്ല, SYS ഇല്ല, SSF ഇല്ല, നമ്മുടെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെട്ടില്ല. അതുകൊണ്ട് നേരത്തെ മൗലിദ് കഴിച്ചിരുന്ന ഇന്നുമില്ലേ നോട്ടീസ്, പള്ളിയിൽ മൗലിദ് കഴിച്ച നോട്ടീസ് നമ്മളെ കയ്യിലില്ലേ? ആ പള്ളി എങ്ങനെ നഷ്ടപ്പെട്ടു പോയി? സാധുവി പള്ളി ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ കോഴിക്കോട് ഇത് മാത്രമാണോ? കുറ്റ്യാടി പരിസരങ്ങളിൽ 11 മഹലിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ശബ്ദമില്ലാതെ നബിതങ്ങൾ ജനിച്ച വിവരം പോലും 70 കൊല്ലത്തോളം അവിടെ അറിയാറുണ്ടായിരുന്നില്ല. അതുപോലെ ഇടവണ്ടെങ്കിലും അതുപോലെ ബാലുശ്ശേരിയിൽ നിന്നുണ്ടെങ്കിലും അങ്ങനെ എത്ര സ്ഥലങ്ങൾ. എന്തിനധികം പറയണം, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് ദർസ് നടത്താൻ വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ട ദാറുൽ ഉലൂം ആലക്കാട് ഇങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട കോളേജിൽ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് മദ്ഹ് പറയുന്നവർക്ക് ക്ലാസ് എടുക്കുന്ന സംഭവം ഉണ്ടായത് എങ്ങനെയാണ്? ഇതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ ശക്തി ഇല്ലാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഭവിഷ്യത്തുകളാണ്. അതുകൊണ്ട് സംഘടന ശക്തിപ്പെടുത്തണം. സംഘടനയുടെ കീഴിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കണം. ഒരിക്കലും കൊന്തം തല്ലുകൾ ഉണ്ടാകരുത്. അതുപോലെ തന്നെ മാറി നിൽക്കലുകൾ ഉണ്ടാകരുത്. സംഘടന ഉണ്ടെന്ന കാര്യം വിദ്യാർത്ഥികാർ ചോദിക്കും, വ്യാജത്തരീക്കത്തുകാർ ചോദിക്കും. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് എന്നുകൂടി ഈ സമയത്ത് ഉണർത്തി നമ്മുടെ സംഘടന ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, വടകര മുഹമ്മദ് ആദി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാന്മാർ, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തുടങ്ങിയ എത്രയോ ഔലിയാക്കളാൽ ഇവിടെ അംഗീകരിക്കപ്പെട്ട സംഘടനയാണ് നമ്മുടെ സംഘടന. അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണം നമ്മൾ. ഏതെങ്കിലും ഒരു വ്യാജത്തരീക്കത്തുകാരൻ വന്നിട്ട് അവന്റെ കോപ്പിരാട്ടികൾക്കെതിരെ നമ്മുടെ ഉലമാക്കൾ ശബ്ദിക്കുമ്പോ സംഘടന ഉണ്ടായാൽ നമുക്ക് ആത്മീയത ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ വരുമ്പോ അതൊക്കെ അങ്ങനെ പല കക്ഷികളും ശൈത്താനിന്റെ വഹി മുഖേന, ശൈത്താനിന്റെ ആജ്ഞമുഖേന പലതും പറയും. അതിലൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ പെട്ടുപോകരുത് എന്ന് പ്രത്യേകമായി ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനത്തിൽ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ ദീനിന്റെ പ്രവർത്തനങ്ങൾ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ അമലുകളെല്ലാം ഇഖ്ലാസുള്ള അമലുകളാക്കണം റഹ്മാനെ. നിസ്കാരത്തിൽ ഖുശൂഇനെ തരണം റഹ്മാനെ. കിബ്ർ, ഉജ്ബ്, റിയാ, ഹസദ്, അമൽ, ഹിർസ്, ബിദ്അത്ത്, ശഹ്വത്ത്, ഗളബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളും ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇസ്സത്തോടെ തൗഫീഖോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി റബ്ബേ നിന്റെ സ്വർഗ്ഗത്തിന്റെ ചിത്രം കണ്ട് ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളുടെ സേവനങ്ങളെല്ലാം അതിനുള്ള വഴിയായി നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ കൈവശം സമ്പാദ്യങ്ങളൊന്നുമില്ല. ഞങ്ങളെ സമ്പാദ്യം നിന്റെ ഹബീബിന്റെ മദ്ഹ് പറയലാണ്, നിന്റെ ഔലിയാക്കളെ മഹത്വം പറയലാണ്, നിന്റെ ഹബീബിന്റെ സ്ഥാനം പറയലാണ്. റബ്ബേ, ആ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله على سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.